Download now CC Learning app. എല്ലാവർക്കും നമസ്കാരം. CC ബാങ്ക് എക്സാം ചാനലിന്റെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൈജു. അപ്പോൾ കുഞ്ഞുങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ മുമ്പിലെ അടുത്തതായിട്ട് വരാൻ പോകുന്ന CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷകളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാത്രയിലാണ് നമ്മൾ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കുറെ അധികം പരീക്ഷകൾ എഴുതി മാറിയിട്ടുണ്ടാകാം. ചെറിയ മാർക്കുകൾക്കൊക്കെ അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കട്ട് ഓഫിനോട് അടുത്തെത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു പക്ഷേ ഭേദപ്പെട്ട റാങ്കിലേക്ക് എത്താത്തത് കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച നിയമനം കിട്ടാത്തവരും ആയിരിക്കാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് അവസാനം നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ നമ്മൾ എഴുതുന്ന ആദ്യ പരീക്ഷയിൽ അങ്ങ് വിജയിച്ചുകൊണ്ട് നമുക്ക് ഉടനെ അങ്ങ് നിയമനം കിട്ടത്തില്ല. അങ്ങനത്തെ ഒരു രീതിയല്ല മത്സര പരീക്ഷകൾക്കുള്ളത്. അപ്പൊ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ പരാജയപ്പെടുവാനുള്ള മനസ്സ് പ്രാപ്തപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം നിങ്ങൾ സ്ഥിരതയോടുകൂടി പഠിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. സ്ഥിരതയാണ് നമുക്കിവിടെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മളൊരു പരീക്ഷ എഴുതി മാറുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഒന്ന് മൈൻഡ് ഡൗൺ ആയിപ്പോകും. അപ്പോഴും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീണ്ടും തുടർന്ന് പഠിച്ചുകൊണ്ടും പോകുന്ന ആൾക്കാരാണ് ഇത്തരത്തിലെ റാങ്ക് ലിസ്റ്റുകളിൽ വന്നുകൊണ്ട് ജോലി സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കുന്നത്. അപ്പോ നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് പഠിച്ച് അവരുടെ ആ ഒരു ബാങ്കിലേക്കുള്ള ജോലി എന്ന് പറയുന്ന ഒരു വലിയൊരു സ്വപ്നം, കുറെ നാളുകൊണ്ടുള്ള അവരുടെ വലിയൊരു സ്വപ്നം ഒരുപാട് പരാജയങ്ങൾക്കും പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും ശേഷം അവർ നേടിയെടുത്തിരിക്കുന്ന ചിത്രങ്ങളാണ് നിങ്ങൾ അവിടെ ബോർഡിൽ കാണുന്നത്. ഇതേപോലെ തന്നെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും നമ്മളുടെയും വിജയം. അപ്പൊ അതുകൊണ്ട് പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് തയ്യാറെടുത്തു തുടങ്ങുക എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മാത്സ് അതേപോലെ ഇംഗ്ലീഷ് GK വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു 30 മാർക്ക് നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ച് നേടിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് മാത്സിന്റെയും ഇംഗ്ലീഷിന്റെയും GKയുടെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്, അതേപോലെ പരീക്ഷ എഴുതി അടുത്ത പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് വലിയ കോൺഫിഡൻസ് ഉള്ള ഒരുപാട് പേരുണ്ട്. ചെറിയ മാർക്കിന് പരാജയം സംഭവിച്ചു പോയ ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവരോടും വേണ്ടി പറയുന്നു, വീണ്ടും കൺസിസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുക. നിങ്ങളുടെ വിജയം ഒരു നാൾ തീർച്ചയായിട്ടും എത്തിയിരിക്കും. നിങ്ങളുടെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. മക്കളെ, നമുക്ക് മാത്സിനകത്തേക്ക് വരുന്ന സമയത്ത് ഇത്രയും ടോപ്പിക്കുകളാണ് ബോർഡ് നമ്മുടെ സിലബസിനകത്ത് തന്നിരിക്കുന്നത്. ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്യണം. അതായത് മാത്സിനകത്ത് 9 ടോപ്പിക്കുകളും ബാക്കിയുള്ള ടോപ്പിക്കുകളെല്ലാം മെന്റൽ എബിലിറ്റി പോർഷനാണ്, റീസണിങ് പോർഷനാണ്. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് 20 ടോപ്പിക്കുകളാണ് നമ്മുടെ സിലബസിനകത്ത് ആര് തന്നിരിക്കുന്നത്, ബോർഡ് തന്നിരിക്കുന്നത്. ഈ 20 ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് പരീക്ഷകൾക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കുക. അപ്പൊ ആ 20 ടോപ്പിക്കുകൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകണം. മാത്രമല്ല, നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ഒരു 2 വർഷങ്ങളിലായിട്ട് മിനിമം ആണ്, 2 വർഷങ്ങളിലായിട്ട് ബോർഡ് നടത്തി മാറിയ ക്ലർക്ക് ക്യാഷ്യർ അതേപോലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പർ എടുത്തു വെച്ച് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ചില ചാപ്റ്ററുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് മക്കളെ, നമ്മൾ ഇന്ന് ഒന്നാമത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന വളരെ 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 പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിന്ന് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്, അത് ഉറപ്പാണ്, ഷുവർ ഷോട്ട് ആണ്. അത്തരത്തില് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബോർഡ് നടത്തി മാറിയ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ കുഞ്ഞുങ്ങളെ, 2025 നടത്തി മാറിയ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എന്ന് പറയുന്നത് 1060/2025 ആണ്. ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം പറഞ്ഞിരിക്കുന്നത്, എ ഗൈ bought 10 pencils
ഫോർ ₹50. അതായത് ഒരു മനുഷ്യൻ 50 രൂപയ്ക്ക് 10 പേന വാങ്ങിച്ചു. 50 രൂപയ്ക്ക് 10 പേന വാങ്ങിച്ചു ആൻഡ് സോൾഡ് ദം ഫോർ ₹60. 60 രൂപയ്ക്ക് വിറ്റു. 60 രൂപയ്ക്കാണ് വിറ്റത്. വാട്ട് ഈസ് ഹിസ് ഗെയിൻ ഇൻ ടേംസ് ഓഫ് പെർസെന്റേജ്? അങ്ങനെയാണെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര, ലാഭ ശതമാനം എത്ര എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ മലയാളത്തിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെ വരും. അതായത് ഇവിടെ കുഞ്ഞുങ്ങളെ 50 രൂപയ്ക്ക്, ശ്രദ്ധിക്കണം, 50 രൂപയ്ക്ക് 10 പേന വാങ്ങിച്ചു, എന്നിട്ട് 60 രൂപയ്ക്ക് അതെല്ലാം വിറ്റ് തീർത്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പേന വാങ്ങിച്ചത് 50 രൂപയ്ക്ക് എന്ന് വിചാരിക്കും. അങ്ങനല്ല, 10 പേന 50 രൂപ എന്ന തോതിൽ വാങ്ങിച്ചു, അതാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് അതെല്ലാം കൂടെ 60 രൂപയ്ക്ക് അങ്ങ് വിറ്റങ്ങ് തീർത്തെന്നാണ് അതിന്റെ അർത്ഥം. സോ അങ്ങനെയാണെങ്കിൽ അയാളുടെ പ്രോഫിറ്റ് പെർസെന്റേജ് എത്ര, ലാഭ ശതമാനം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതാണ്ടേ, അതായത് എണ്ണം തന്നിട്ടുണ്ട് അല്ലേ, എണ്ണവും തന്നിട്ടുണ്ട്, അതേപോലെ വിലയും തന്നിട്ടുണ്ട്. ചോദ്യകർത്താവ് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? എടാ എണ്ണം തന്നിട്ടുണ്ട്, വില തന്നിട്ടുണ്ട്. എണ്ണം 10 എണ്ണം 50 രൂപയ്ക്ക് വാങ്ങിച്ചു, കണ്ടോ, 10 എണ്ണം 50 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. എന്നിട്ട് ആ 10 എണ്ണം 60 രൂപയ്ക്ക് വിറ്റു. ഞാൻ എന്തുകൊണ്ടാണ് ഈ മെത്തേഡിൽ ചെയ്ത് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയും 10 പെൻസിൽ 50 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 8 എണ്ണം 60 രൂപയ്ക്ക് വിറ്റെന്ന് പറയും. അതായത് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ എണ്ണം വില നമ്പർ പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്ര എണ്ണം ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഇത്ര എണ്ണം ഇത്ര രൂപയ്ക്ക് വിറ്റു എന്ന് പറയുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ഈ മെത്തേഡ് ചെയ്യാം. ചില പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് 10 എണ്ണം 40 രൂപയ്ക്ക് വാങ്ങിച്ചു, 5 എണ്ണം 30 രൂപയ്ക്ക് വിറ്റു. വാട്ട് ഈസ് ഹിസ് ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ്? അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ 50 രൂപയ്ക്ക് ഒരു 70 എണ്ണം വാങ്ങിച്ചു, 30 രൂപയ്ക്ക് ഒരു 8 എണ്ണം വിറ്റു. വാട്ട് ഈസ് ഹിസ് ഗെയിൻ ഓർ ലോസ് പെർസെന്റേജ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അത്തരം ചോദ്യങ്ങളെല്ലാം ചെയ്തെടുക്കാൻ ആദ്യം നിങ്ങൾ എണ്ണമാണ് എഴുതേണ്ടത്. രണ്ടാമത് മാത്രമേ വില എഴുതാവുള്ളൂ. നമ്പർ പ്രൈസ് MNOP, എന്ന് കഴിഞ്ഞിട്ടാണ് P വരേണ്ടത്. അപ്പൊ ആദ്യം എണ്ണം എഴുതുക, രണ്ടാമത് വില എഴുതണം എന്ന് വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. ആദ്യം എണ്ണമേ എഴുതാവുള്ളൂ, രണ്ടാമതാണ് വില എഴുതേണ്ടത്. അപ്പൊ നമ്മൾ എഴുതി വെച്ചു. ഇനി ക്രോസ് ആയിട്ട് ഗുണിക്കണം. ഇത് ചെയ്യേണ്ട പരിപാടി ഉണ്ടല്ലോ, ക്രോസ് ആയിട്ട് ഗുണിക്കുക. എന്താണ്ടേ, താഴോട്ട് ഗുണിച്ച് താഴെ അങ്ങ് എഴുതണം. 10ഉം 60ഉം കൂടെ ഗുണിച്ചാൽ 600. അതേപോലെ 50ഉം 10ഉം കൂടെ ഗുണിച്ചാൽ 500. കണ്ടോ, ക്രോസ് ആയിട്ട് ഗുണിക്കുക, താഴോട്ട് ഗുണിച്ച് താഴെ എഴുതണം, താഴോട്ട് ഗുണിക്കുക, താഴെ എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ സംഖ്യ ഉണ്ടല്ലോടാ, ആദ്യ സംഖ്യ നമ്മൾ CP എന്ന് പറയും. അതായത് വാങ്ങിയ വിലയായിട്ട് നിങ്ങൾ പരിഗണിക്കണം. രണ്ടാമത് കിട്ടുന്നതിനെ വിറ്റ വില അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് പരിഗണിക്കുക. ഒന്നും കൂടെ പറയാം, ആദ്യം എണ്ണം എഴുതി, രണ്ടാമത് വില എഴുതി, ക്രോസ് ആയിട്ട് ഗുണിച്ചു. ആ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യ നമ്മൾ CP അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ആയിട്ട് പരിഗണിച്ചു. രണ്ടാമത് കിട്ടുന്നതിന് നമ്മൾ SP അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വിറ്റ വിലയായിട്ട് പരിഗണിച്ചു. ഇതാണ് നോക്കിക്കേ, 500 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, എന്നിട്ട് 600 രൂപയ്ക്ക് വിറ്റു. മക്കളെ, 500 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചിട്ട് 600 രൂപയ്ക്ക് വിറ്റാൽ സ്വാഭാവികമായിട്ട് ലാഭമല്ലേ? ആണ്. എത്ര രൂപ ലാഭം കിട്ടി? 100 രൂപ ലാഭം കിട്ടി. സോ ലാഭ ശതമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ ലാഭം ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP, അതാണ് ഇക്വേഷൻ. പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP ആണ് ഇക്വേഷൻ. അങ്ങനാണെങ്കിൽ 500 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 600 രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ 100 രൂപയാണ് ലാഭം കിട്ടിയത് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ പ്രോഫിറ്റ് 100 ആണ്. പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP എന്ന് പറഞ്ഞാൽ 500, CP എന്ന് പറഞ്ഞാൽ 500. താഴെ കിടക്കുന്ന 2 0, മേളിൽ കിടക്കുന്ന 2 0 വെട്ടിപ്പോയി. 100നെ 5 കൊണ്ട് ഹരിച്ചാൽ നമ്മുടെ ആൻസർ 20%, 20% ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായില്ലേ? എണ്ണവും വിലയും വരുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ
അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് പതിയെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം 1071/25 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലെ 2025 തന്നെ നടന്ന ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് തന്നെയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ഇഫ് ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഫോർ റുപ്പീസ് 178 at a loss of 11%, then for how many rupees it should be sold in order to get a profit of 12%? മലയാളത്തിലെ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ, എടാ മക്കളെ, ക്വസ്റ്റ്യൻ ഇതാണ്: 178 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 11% ലോസ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഒന്നും കൂടെ പറയാം. 178 രൂപയ്ക്ക് വിറ്റപ്പോൾ 11% നഷ്ടമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 12% പ്രോഫിറ്റ് കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദ്യം. കണ്ടോ? അതായത് 178 രൂപയ്ക്ക് വിൽക്കുമ്പോൾ 11% നഷ്ടമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എടാ 12% ലാഭം കിട്ടാൻ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദിച്ചത്. ഇത്തരത്തിലൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ഒരു സാധനം വാങ്ങിക്കുന്നത് 100%-നാണ്. എപ്പോഴും വാങ്ങി വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% ആണ്. 10% ലാഭം കിട്ടാൻ 110%-ന് വിൽക്കണം. 20% ലാഭം കിട്ടാൻ 120%-ന് വിൽക്കണം. 30% ലാഭം കിട്ടാൻ 130%-ന് വിൽക്കണം. 10% നഷ്ടമാണെങ്കിൽ വിറ്റ വില 90% ആണ്. 20% നഷ്ടത്തിനാണ് വിറ്റതെങ്കിൽ വിറ്റ വില 80% ആണ്. 30% നഷ്ടത്തിനാണ് വിറ്റതെങ്കിൽ വിറ്റ വില 70%. 30% ലാഭത്തിനാണ് വിറ്റതെങ്കിൽ വിറ്റ വില അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 130%. കാരണം വാങ്ങിയ വില എപ്പോഴും 100% ആണ്. ലാഭം കിട്ടണമെങ്കിൽ അത്രയും ശതമാനം കൂട്ടി വിൽക്കുക, നഷ്ടമാണെങ്കിൽ അത്രയും ശതമാനം കുറച്ച് വിറ്റു എന്ന് ചിന്തിക്കണം. അതായത് ഒന്നും കൂടെ പറഞ്ഞാൽ, എടാ 25% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ വിറ്റ വില 125%. 25% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ വിറ്റ വില 75% ആണെന്ന് കോമൺ സെൻസിൽ ആലോചിക്കണം. അങ്ങനാണെങ്കിൽ ഇവിടെ 11% നഷ്ടത്തിന് വിറ്റു എന്നല്ലേ പറയുന്നത്. അപ്പോൾ 100-ന് 11 കുറച്ച എത്ര? 89 അല്ലേ? അപ്പോൾ 89%-നാണ് വിറ്റത് എന്ന് മനസ്സിലായോ? വിറ്റ വില 89% ആണ്. അപ്പോൾ വിറ്റ വില എത്ര എന്ന് ചോദിച്ചാൽ 89% എന്ന് പറയാം. വിറ്റ വില ദാണ്ടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 178. സോൾഡ് ഫോർ റുപ്പീസ് 178 എന്ന് പറഞ്ഞാൽ വിറ്റ വില 178 ആണെന്ന് അർത്ഥം. അപ്പൊ ഇതും വിറ്റ വിലയാണ്, ദാണ്ടെ ഇതും വിറ്റ വിലയാണ്, രണ്ടും വിറ്റ വിലയാണ്. 89% എന്ന് പറയുന്നതും 178 എന്ന് പറയുന്നതും വിറ്റ വില അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആണ്. കണ്ടുപിടിക്കേണ്ടത് 12% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നാണ് ചോദ്യം. മക്കളെ, 12% ലാഭം കിട്ടണമെങ്കിൽ സിമ്പിൾ ആയിട്ട് 112%-ന് വിറ്റാൽ മതി. 12% ലാഭം കിട്ടണമെങ്കിൽ 112%-ന് വിൽക്കുക. ആ 112% കണ്ടുപിടിക്കേണ്ടത്. ആ 12% ലാഭം കിട്ടണമെങ്കിൽ 112%-ന് വിൽക്കണം. അതായത് 112% കണ്ടുപിടിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതായത് 89% 178 ആണെങ്കിൽ 112% എത്ര എന്നാണ് ചോദ്യം. ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. മക്കളെ, ഇവിടെ 2 എണ്ണം ഉള്ളത് 112 178 ആണ്. 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 89 ആണ്. എടാ 89-ന്റെ രണ്ടാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 178. 112-നെ 2 കൊണ്ട് ഗുണിച്ചാൽ 224. സെറ്റ് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. ഒന്നും കൂടെ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേൾക്കുക. 11% നഷ്ടത്തിനാണ് വിറ്റത്.
11% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ 89%-നാണ് വിറ്റത്. അപ്പോൾ വിറ്റ വില 89%. ഇനി നിങ്ങൾ ആലോചിക്കണം, വിറ്റ വില ചോദ്യകർത്താവ് ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 178. അപ്പോൾ 89%-ആണ് 178. 12% ലാഭം കിട്ടണമെങ്കിൽ 112%-ന് ആ സാധനം വിൽക്കണം. അതായത് കണ്ടുപിടിക്കേണ്ടത് 112% ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. സെറ്റ്, ആൻസർ സെറ്റ് ആയിട്ട് കിട്ടി. ഇനി അതല്ല, വാങ്ങിയ വില എത്ര എന്നായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ 100% ആയിരുന്നു കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. മൂന്നാമത്തെ ചോദ്യം ദാണ്ട പിടിച്ചോ, 1076/25, അതായത് 2025 തന്നെ നടന്ന മറ്റൊരു CSEB ക്ലർക്ക് ക്യാഷ്യർ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് അടുത്തതായിട്ട് ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ചോദ്യം ശ്രദ്ധിക്കുക. എ മാൻ ബൈസ് എ സൈക്കിൾ ഫോർ ₹2400 ആൻഡ് സെൽസ് ഇറ്റ് അറ്റ് എ ലോസ് ഓഫ് 15%. വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ സൈക്കിൾ എന്നാണ് ചോദ്യം. അതായത് 2400 രൂപയ്ക്ക് ബൈ വാങ്ങിച്ചു. അപ്പോൾ 2400 എന്ന് പറഞ്ഞാൽ വാങ്ങിയ വിലയാണെന്ന് മനസ്സിലായി. 2400 എന്ന് പറയുന്നത് വാങ്ങിയ വിലയാണ്. 15% നഷ്ടത്തിനാണ് വിറ്റത്. 15% നഷ്ടത്തിന് വിൽക്കുക എന്ന് പറഞ്ഞാല്, എടാ കുഞ്ഞുങ്ങളെ, 100-ന്ന് 15 കുറച്ചാല് 85%. അപ്പോ നമുക്ക് മനസ്സിലായി 85%-നാണ് ആണ് വിറ്റത്. 15% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ 115%-നായിരുന്നു വിറ്റത് എന്നെടുക്കാമായിരുന്നു. പക്ഷേ 15% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ വിറ്റ വില 85%-ആണ്. സെറ്റ്. ചോദ്യം, വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ്? സെല്ലിംഗ് പ്രൈസ് ഈസ് 85%. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 85% എത്ര? വാട്ട് ഈസ് ദ സെല്ലിംഗ് പ്രൈസ്? 85% എത്ര? ചോദ്യകർത്താവ് വാങ്ങിയ വില തന്നിട്ടുണ്ട് 2400. മക്കളെ, 2400 എന്ന് പറയുന്നത് വാങ്ങിയ വിലയാണ്. സോ ദിസ് ഈസ് 100%. ഇത് വാങ്ങിയ വില ആയതുകൊണ്ട് ഇതിനെ 100%-ആയിട്ട് പരിഗണിക്കാം. 2400 എന്ന് പറയുന്നത് വാങ്ങിയ വിലയാണ്. വാങ്ങിയ വില എല്ലായ്പ്പോഴും 100%-ആണ്. അതുകൊണ്ട് 2400-നെ 100%-ആയിട്ട് പരിഗണിക്കാം. ചോദ്യകർത്താവ് പറയുന്നത് 15% നഷ്ടത്തിന് വിറ്റാൽ വിറ്റ വില എത്ര എന്ന ചോദ്യം. 15% നഷ്ടത്തിന് വിറ്റു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിറ്റ വില 85% ആണ്. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് 85%-ആണ്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് 85% ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. എടാ, ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. ഇവിടെ 2 എണ്ണം ഉള്ളത് 85-ഉം അതേപോലെ 2400 ആണ്. 1 എണ്ണം ഉള്ളത് ഹരിക്കുക, 1 എണ്ണം ഉള്ളത് 100. ക്രോസ് ആയിട്ട് ഗുണിക്കാനുള്ള എളുപ്പ വഴി 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക, 1 എണ്ണം ഉള്ളത് ഹരിക്കുക. താഴെ കിടക്കുന്ന 2 പൂജ്യങ്ങളും മുകളിൽ കിടക്കുന്ന 2 പൂജ്യങ്ങളും കട്ടായി. 85-നെ 24 കൊണ്ട് ഗുണിച്ച ആൻസറായി. ശ്രദ്ധിച്ചോണേ, 85-നെ 24 കൊണ്ട് ഗുണിച്ചാൽ ആൻസറായി. 85-നെ 24 കൊണ്ട് ഗുണിച്ചാൽ മതി. I4 20, ശിഷ്ടം 2, 8 4 32, 32 10 42, 42 2 കൂടെ കൂട്ടിയ 44, ശിഷ്ടം 4, 8 2 16, 16 4 20, 2040, 2040. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ പരിപാടി. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ദാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. 18/1/2026 CSEB നടത്തിയ മറ്റൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് അടുത്തതായിട്ട് ക്ലാസ്സിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇഫ് 100 ബനാനാസ് ആർ ബോട്ട് ഫോർ ₹350, 100 ബനാന വാങ്ങിച്ച വില 350, ആൻഡ്
സോൾഡ് അറ്റ് എ റേറ്റ് ഓഫ് ₹24. വിറ്റ വില 24 പെർ ഹാഫ് ഡസൻ. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 12. എടാ ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12. അപ്പോൾ ഹാഫ് ഡസൻ എന്ന് പറഞ്ഞാൽ 12ന്റെ പകുതി 6. അപ്പോൾ ചോദ്യകർത്താവ് പറയുന്നത് ഹാഫ് ഡസൻ അതായത് 6 വിറ്റ വില 24. അതല്ലേ അതിന്റെ അർത്ഥം. അതായത് 100 350 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 6 24 രൂപ എന്ന തോതിൽ വിറ്റാൽ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണെങ്കിൽ ലാഭശതമാനം എത്ര, നഷ്ടമാണെങ്കിൽ നഷ്ടശതമാനം എത്ര എന്നാണ് 18/1/2026 ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നടത്തിയ പരീക്ഷയ്ക്ക് ചോദിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, എണ്ണവും വിലയും വരുന്ന ചോദ്യങ്ങൾ ചോദിച്ചാൽ എണ്ണം വില ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എണ്ണം വില. അങ്ങനെ എണ്ണവും വിലയും വരുന്ന ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആദ്യം എണ്ണം എഴുതണം, നമ്പർ എഴുതണം. ആദ്യം എണ്ണം എഴുതുക, രണ്ടാമത് വില എഴുതണം. രണ്ടാമത് മാത്രമേ വില എഴുതാൻ പാടുള്ളൂ. ആദ്യം എണ്ണം എഴുതണം, രണ്ടാമത് വില എഴുതുക. എണ്ണം ദാ പിടിച്ചു. 100 എണ്ണം 350 വാങ്ങിച്ചു. 100 എണ്ണം 350 വാങ്ങിച്ചു. എണ്ണം ആദ്യം എഴുതുക, വില രണ്ടാമത് എഴുതുക. 100 എണ്ണം 350 രൂപ. ഇത് ചോദ്യകർത്താവ് പറഞ്ഞത് ഹാഫ് ഡസൻ. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണെങ്കിൽ ഹാഫ് ഡസൻ എന്ന് പറഞ്ഞാൽ 6 എണ്ണം. 6 എണ്ണം വിറ്റ വില 24. 6 എണ്ണം വിറ്റ വില 24 എന്ന് പറഞ്ഞു. നമ്മൾ എഴുതി വെച്ചു ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കണം. ഞാൻ ആദ്യം പറഞ്ഞു തന്നതാ. താഴോട്ട് ഗുണിച്ച് താഴെ എഴുതണം. എടാ കുഞ്ഞുങ്ങളെ 350 6 കൂടെ ഗുണിച്ച എത്ര? നമുക്ക് 35നെ 6 കൊണ്ട് ഗുണിച്ചൊരു 0 ഇട്ട് കൊടുത്താൽ പോരെ? 35നെ 6 കൊണ്ട് ഗുണിച്ചൊരു 0 ഇട്ട് കൊടുക്കുക. 6 5 30 ശിഷ്ടം 3 6 3 18 3 21 210 വരും. ഒരു 0 കൂടെ ചേർത്തെഴുതിയാൽ 2100 എന്ന് വരും. ക്ലിയർ ആയോ? ഇനി താഴോട്ട് 100ഉം 24ഉം കൂടെ ഗുണിച്ചാല് 2400 എന്ന് വരും. കണ്ടോ? അപ്പോൾ നമ്മൾ ക്രോസ് ആയിട്ട് ഗുണിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സംഖ്യ CP ആയിട്ട് പരിഗണിക്കണമെന്നും രണ്ടാമത് കിട്ടുന്നതിന് SP അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് പരിഗണിക്കണം എന്നുമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാ. അപ്പോൾ എടാ കുഞ്ഞുങ്ങളെ ക്വസ്റ്റ്യൻ എന്തായി? 2100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 2400 രൂപയ്ക്ക് വിറ്റു എന്ന രീതിയിലായില്ലേ? 2100 ആണ് വാങ്ങിയ വില, 2400 ആണ് വിറ്റ വില. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം 2100 വാങ്ങിച്ചിട്ട് 2400 വിൽക്കുന്നതെങ്കിൽ ലാഭമാണ്. എത്ര ലാഭം? 300 രൂപ ലാഭം കിട്ടി. 2100 വാങ്ങിച്ചിട്ട് 2400 വിറ്റാൽ 300 രൂപയാണ് ലാഭം. അപ്പോൾ ലാഭശതമാനം കണ്ടുപിടിക്കാൻ ലാഭത്തിന് 100 കൊണ്ട് ഗുണിക്കുക. ലാഭം 300, ലാഭത്തിന് 100 കൊണ്ട് ഗുണിക്കുക, ഡിവൈഡഡ് ബൈ CP. CP എന്ന് പറഞ്ഞ വാങ്ങിവില 2100. താഴെ കിടക്കുന്ന 2 0 മേളിൽ കിടക്കുന്ന 2 0 കട്ടായി. 100ഉം 3ഉം കൂടെ ഗുണിച്ചാൽ 300. എടാ കുഞ്ഞുങ്ങളെ 300നെ 21 കൊണ്ട് ഹരിച്ചാൽ മതി. വെട്ടാൻ പറ്റുമോ? 300നെ 20 അല്ല, ഒരു തവണയും കൂടെ വെട്ടിക്കൂ. 3ഉം 21ഉം കൂടെ 3 കൊണ്ട് വെട്ടാം. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 21നെ 3 കൊണ്ട് ഹരിച്ചാൽ 7 എന്ന് വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ദാ പിടിച്ചു, മുകളിൽ 100 താഴെ 7. 100നെ 7 കൊണ്ട് ഹരിച്ചാൽ മതി. 100നെ 7 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ പോയിന്റ് ഉള്ള ഒരു സംഖ്യ ആൻസർ ആയിട്ട് വരും. ഒരിക്കലും 20 വരത്തില്ല, ഒരിക്കലും 25 വരത്തില്ല എന്നുള്ള കാര്യം കൺഫേം ആയി. ഓപ്ഷൻ എയോ അല്ലെങ്കിൽ സിയോ ആയിരിക്കും. കാരണം 100നെ 7 കൊണ്ട് കൃത്യമായിട്ട് ഹരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഹരിക്കാൻ. ഇനി 1 7 7, ബാക്കി ശിഷ്ടം 3 0, 4 7 28, ശിഷ്ടം 2 14 പോയിന്റ് സംതിങ് എന്ന് വരും. 14 തുടങ്ങുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഒറ്റൊരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പൊ അത് തന്നെയാണ് ആൻസർ. ഒരിക്കലും 16 വരത്തില്ല, 14 പോയിന്റ് സംതിങ് എന്ന് വരും. 14 തുടങ്ങുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. അതുകൊണ്ട് സി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. കണ്ടോ? ആ ചോദ്യം മനസ്സിലായ? കണ്ടോ? ആ റെപ്പറ്റീഷൻ വന്ന കണ്ടോ? ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ആ ചോദ്യം അതുപോലെ റെപ്പറ്റീഷൻ വന്ന കണ്ടോ? അതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ
കഴിഞ്ഞ ഒരു 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം നിങ്ങൾ ചെയ്തു പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ സെറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. CSEB സെക്രട്ടറി എക്സാം 21/12/2025 പരീക്ഷയ്ക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: രവി ഒരു LED TV 42,500 രൂപയ്ക്ക് വാങ്ങിച്ചു ആൻഡ് പെയ്ഡ് ₹450 ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ. 450 രൂപ യാത്രാ ചെലവായിട്ട് കൊടുക്കേണ്ടി വന്നു. എന്നിട്ട് 40,000 രൂപയ്ക്ക് വിറ്റാൽ അവന്റെ നഷ്ടശതമാനം എത്ര, ലോസ് പെർസെന്റേജ് എത്ര എന്ന ചോദ്യം. നമുക്കറിയാം നഷ്ടശതമാനം അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ലോസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിലേ ഇതാണ് നോക്കിക്കോണേ, ഇവിടെ 42,500 വാങ്ങിച്ചത്. എടാ 42,500 വാങ്ങിച്ചിട്ട് ഒരു 450 രൂപ കൂടി അവന് ചെലവായില്ലേ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്? അപ്പോൾ ആ മനുഷ്യന്റെ ആകെ ചിലവെന്ന് പറയുന്നത് 42,950 രൂപയാണ് മൊത്തത്തിൽ മുടക്കിയത്. ആ LED TVക്ക് വേണ്ടി ആകെ മുടക്കിയ പൈസ എന്ന് പറയുന്നത് 42,950 രൂപയാണെന്ന് മനസ്സിലായി. ഇനി ആ മനുഷ്യൻ വിറ്റത് 40,000 രൂപയ്ക്കാണ്. 42,950 രൂപ മുടക്കിയിട്ട് 40,000 രൂപയെ ആ TVക്ക് കിട്ടിയുള്ളെങ്കിൽ സ്വാഭാവികമായിട്ടും നാണ്ട കുറച്ചാട്ട് അങ്ങോട്ട്. അങ്ങനാണെങ്കിൽ നമ്മൾ പറയും 2,950 രൂപയാണ് അവന്റെ നഷ്ടം. 42,950 40,000 കുറച്ചാൽ 2,950 രൂപയാണ് നഷ്ടം, ലോസ്. അപ്പോൾ നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ, ആ നഷ്ടത്തിന് കണ്ട ലോസ് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ലോസ് ഇൻറ്റു 100, ലോസ് 2,950, ലോസ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ CP. CP എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4,2,950 ആണ്. കണ്ടോ, ഇതാണ് കോസ്റ്റ് പ്രൈസ്. 42,950 രൂപയാണ് കോസ്റ്റ് പ്രൈസ്. സ്വാഭാവികമായിട്ടും ഈ 0 കട്ടായി. 4,295 10 കൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് 5 കൊണ്ട് വെട്ടാം. 5ന്റെ ഗുണിതമാണ്. അവസാനത്തെ ഡിജിറ്റ് 5 ആണല്ലോ, അപ്പൊ 5 കൊണ്ട് വെട്ടാൻ പറ്റും. 10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2 വരും. 4,295 ഏതാണ്ടേ 4,295 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 8 5 40, 2 9, 5 5 25, 4 5, 9 5 45, താഴെ 859 എന്ന് വരും. ഇനി നമുക്ക് വെട്ടാൻ പറ്റും നോക്കാം. 8 5 13, 13ഉം 9ഉം കൂടെ കൂട്ടിയാൽ 22. ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആണെന്ന് നമുക്ക് ചുമ്മാ ചെക്ക് ചെയ്യാം. എന്തായാലും 2ന്റെ ഗുണിതമല്ല, 2 കൊണ്ട് വെട്ടാൻ പറ്റത്തില്ല. 8 5 13, 13 9ഉം 22. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ 2 കൊണ്ടൊന്നും വെട്ടാൻ പറ്റുന്നില്ല. അതേപോലെ താഴത്തെ സംഖ്യ 3ന്റെ ഗുണിതമല്ല. ഇനി വെറുതെ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ നമ്മള് 2,950 2 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന ഉത്തരത്തിന് 859 കൊണ്ട് ഹരിക്കുക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇതൊരു സമയം പോകുന്ന ചോദ്യമാണ്. എന്നിരുന്നാലും നമുക്ക് ചെയ്തു നോക്കാം. 295നെ 2 കൊണ്ട് ഗുണിക്കുക. I 2 10 ശിഷ്ട 1, 9 2 18 1 19 വീണ്ടും ശിഷ്ട 1, 2 2 4 4 1 5, ഒരു 0 കൂടെ ചേർത്ത് എഴുതിയാൽ 5,900 എന്ന് വരും. ആ 5,900നെ 859 കൊണ്ട് ഹരിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് 5,900നെ 859 കൊണ്ട് ഹരിക്കാം. ഇവിടെ 5 പോയിന്റ് ഉണ്ട്, 6 പോയിന്റ് ഉണ്ട്, 6 പോയിന്റ് ഉണ്ട്, 4 പോയിന്റ് ഉണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് 6 8 ചെയ്ത് നോക്കാം. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് 5ലേക്ക് പോകാം. നമുക്ക് 6 8 നോക്കാം. 859നെ 6 കൊണ്ട് ഗുണിച്ചാൽ 9 6 54 ശിഷ്ടം 5, 6 5 30 5 35 ശിഷ്ടം വീണ്ടും 3 ആയി.
6 8 48 3 51 5154 എന്ന് വരും. അപ്പൊ എന്തായാലും 5154 ഇതിനകത്ത് അടങ്ങുന്ന ഒരു നമ്പർ ആയതുകൊണ്ട് എന്തായാലും 6 നമുക്ക് അവസാനിപ്പിക്കും. കാരണം 6-നേക്കാൾ വലിയ നമ്പർ ഇല്ല അവിടെ. അപ്പോൾ 6 ഇട്ടു, നമുക്ക് കിട്ടിയത് 5154 ആണെന്ന് മനസ്സിലായി. കുറയ്ക്ക്. 10 കുറച്ച 6 വരും. 9 5 കുറച്ച 4 വരും. 8 1 കുറച്ച 7 എന്ന് വരും. 746. നമ്മളൊരു പോയിന്റ് കൊടുത്തിട്ട് വീണ്ടും ഒരു 0 ഇട്ടു. അപ്പൊ ഉത്തരം 6 പോയിന്റ് സംതിങ് ആണെന്ന് മനസ്സിലായി. അപ്പൊ എന്തായാലും ഇതല്ല, ഇതുമല്ല, ബി അല്ലെങ്കിൽ സി ആയിരിക്കും ആൻസർ. 7460 എന്ന് നമ്മൾ ഇവിടെ കാണുന്ന സമയത്ത് എന്തായാലും 859ന്റെ 6-ാമത്തെ ഗുണിതം എന്ന് പറയുന്ന 5154. അപ്പൊ 6-ാമത്തെ ഗുണിതത്തിനൊക്കെ വലിയ നമ്പർ. അപ്പൊ 5 നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ ഉറപ്പിക്കുക ആൻസർ 6.8 ആണെന്ന് ഉറപ്പിക്കുക. എന്നാലും ചെയ്യാം. എന്താണ്ടേ 8 കൊണ്ട് ചുമ്മാ ഒന്ന് ചെയ്ത് കാണിക്കുവാണേ. 859നെ 8 കൊണ്ട് ഗുണിച്ചാൽ 9 8 72 ശിഷ്ടം 7, 8 5 47 47 ശിഷ്ടം 4, 8 8 64 64 64 4 68 6872 എന്ന് വരും. ഓക്കെ ആണ്. അപ്പൊ 6.8 സംതിങ് വരും. 6872 ആണ് കറക്റ്റ് ആയിട്ട് അടങ്ങുന്നുണ്ട്. അപ്പൊ 6.8 എന്നുള്ള ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. കുറച്ച് ഒരു സമയമെടുക്കുന്ന ഒരു ചോദ്യമായിരുന്നു. എന്നിരുന്നാലും സാധാരണ പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റുന്ന സംഖ്യയാണ് സാധാരണ ഓപ്ഷനകത്ത് ഉൾപ്പെടുത്താറുള്ളത്. പക്ഷെ ഇവിടെ നിർഭാഗ്യവശാൽ ചോദ്യം ചെയ്തു വന്നപ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നതിന് എളുപ്പവഴികളൊന്നുമില്ല. വെട്ടിയെടുക്കാൻ പറ്റിയ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് അവിടെ സംഭവിച്ചത്. അപ്പൊ ചോദ്യം ഇത്രേ ഉള്ളൂ. അതായത് ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ലേബർ ചാർജ് ആണെങ്കിലും എല്ലാം കൂടെ ചേർത്ത് പിടിക്കുന്നതാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ വിറ്റ വില നോക്കണം. എന്നിട്ട് ഈ വിറ്റ വിലയാണ് വലിയ സംഖ്യയെങ്കിൽ ലാഭമായിരിക്കും, വിറ്റ വില കുറവാണെങ്കിൽ നഷ്ടമായിരിക്കും എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വീണ്ടും 23/11/2025 നമ്മുടെ CSEB നടത്തിയ ക്ലർക്ക് കാഷ്യർ പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു PYQ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസിനകത്തുനിന്ന്. ചോദ്യം ഇതാണ് മക്കളെ, ഒരു ഷർട്ടിന്റെ വില 800 രൂപയാണ്. ഒരു ഷർട്ടിന്റെ വാങ്ങിച്ച വില എന്ന് പറയുന്നത് 800 രൂപയാണ്. എന്നിട്ട് ഈ സോൾഡ് അറ്റ് എ ഡിസ്കൗണ്ട് റേറ്റ് ഓഫ് 560. കണ്ടോ, വിറ്റത് 560 രൂപയാണ്. ഡിസ്കൗണ്ട് റേറ്റാ 560. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് ഡിസ്കൗണ്ട് എന്നാണ് ചോദ്യം. ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്കറിയാം, ഡിസ്കൗണ്ടിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ പരസ്യവില മാർക്ക്ഡ് പ്രൈസ്. ഇതാണ് ഇക്വേഷൻ. ഡിസ്കൗണ്ട് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ഡിസ്കൗണ്ടിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് അല്ലെങ്കിൽ പരസ്യവില. മാർക്ക്ഡ് പ്രൈസ് അല്ലെങ്കിൽ പരസ്യവിലയാണ് ഡിസ്കൗണ്ട് പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കടയിലേക്ക് പോകുന്ന സമയത്ത് കടയിൽ പോയി ഒരു സാധനം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അതിന്റെ മുകളിൽ ഒരു വില കാണും. അതിനെ പറയുന്ന പേരാണ് മാർക്ക്ഡ് പ്രൈസ് അല്ലെങ്കിൽ പരസ്യവില അല്ലെങ്കിൽ MRP എന്ന് പറയും. അതിന്റെ ഒരു 10% ഡിസ്കൗണ്ട് ആണെങ്കിൽ 10% കുറച്ചു കൊടുത്താൽ മതി. 20% ഡിസ്കൗണ്ട് ആണെങ്കിൽ 20% കുറച്ചു കൊടുത്താൽ മതി. ഒരു 30% ഡിസ്കൗണ്ട് ആണെങ്കിൽ 30% കുറച്ചു കൊടുക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഷർട്ടിന്റെ വില എന്ന് പറയുന്നത് 800 ആണ്. നമ്മൾ ആദ്യം വായിക്കുമ്പോൾ അത് വാങ്ങി വിലയായിട്ട് തോന്നും. അല്ല, ഷർട്ടിന്റെ വില എന്ന് പറയുന്നത് 800 ആണ്. അതായത് പരസ്യ വില 800. നമ്മൾ കടയിൽ പോയി ഷർട്ട് എടുത്തു, ഷർട്ടിന്റെ വില 800. നമ്മൾ കൗണ്ടറിൽ കൊണ്ട് കൊടുത്തപ്പോൾ ആ കൗണ്ടറിൽ ഇരിക്കുന്ന ചേട്ടൻ പറഞ്ഞു, ചേട്ടാ 800 രൂപയൊന്നും തരണ്ട, ഒരു 560 രൂപ തന്നാ മതി എന്ന് പറഞ്ഞു. നമുക്ക് സന്തോഷമായില്ലേ? എടാ, 800 രൂപ വിലയുള്ള ഒരു സാധനം നമുക്ക് 560 രൂപയ്ക്ക് തരുന്നു എന്ന് കേൾക്കുമ്പോഴേ ഭയങ്കര സന്തോഷമല്ലേ? അപ്പൊ എത്ര രൂപ ഡിസ്കൗണ്ട് കിട്ടി? 800-ൽ നിന്ന് 560 കുറച്ചാ പോരെ? അത്രയും അല്ലേ നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടിയത്. 0-ന് 0 കുറച്ചാ 0. 10-ന് 6 കുറച്ചാ എത്ര? 4. 7-ന് 5 കുറച്ച 2. 240 രൂപ നമുക്ക് എന്ത് കിട്ടി? 240 രൂപ ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കാൻ ഡിസ്കൗണ്ട് ആയ 240-നെ ഡിസ്കൗണ്ട് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ് അല്ലെങ്കിൽ പരസ്യവില 800 ആണ്. ഡിസ്കൗണ്ട് ഇൻറ്റു 100
ഡിവൈഡഡ് ബൈ മാർക്ക്ഡ് പ്രൈസ്. ഡിസ്കൗണ്ടിനെ 100 കൊണ്ട് ഗുണിക്കുക ഡിവൈഡഡ് ബൈ പരസ്യവില. താഴെ കിടക്കുന്ന 2 0, മേളിൽ കിടക്കുന്ന 2 0 കട്ടെ. 8ഉം 24ഉം കൂടെ വെട്ടിയാൽ 8 3 24 30 വരും. ആൻസർ 30% ഡിസ്കൗണ്ട് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ 2025 2026 CSEB നടത്തിയ വിവിധ ക്ലർക്ക്, ക്യാഷ്യർ, അതേപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള വിവിധ പരീക്ഷകളിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചു പോയ ചോദ്യങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ചോദ്യം ഇതാണ്: എ ഫ്രൂട്ട് സെല്ലർ സെൽസ് 60% ആപ്പിൾ ആൻഡ് സ്റ്റിൽ ഹാസ് 240 ആപ്പിൾസ്. ഒറിജിനലി ഹി ഹാഡ് ഡാഷ്. 520 ആപ്പിൾ, 540 ആപ്പിൾ, 580 ആപ്പിൾ, 600 ആപ്പിൾ. 1076/25 എന്ന് പറയുന്ന CSE ബോർഡ് നടത്തിയ മറ്റൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഇത്. അപ്പോൾ ഇവിടെ ഒരു പഴക്കച്ചവടക്കാരന്റെ കയ്യില് അവന്റെ കയ്യിലെ കുറെ ആപ്പിളുണ്ട്. സ്വാഭാവികമായിട്ടും അയാളുടെ കയ്യിലുള്ള ആപ്പിളുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 100% ആണല്ലോ. അപ്പൊ 100% ആപ്പിളാണ് ഒരാളുടെ കയ്യിലുള്ളതെന്ന് മനസ്സിലായി. അയാള് 60% വിറ്റു. 60% വിറ്റാൽ പിന്നെ അയാളുടെ കയ്യിലെ ബാക്കി 40% അല്ലേ ഉള്ളൂ, അല്ലേ? 60% വിറ്റു. 60% വിറ്റു എങ്കിൽ സ്വാഭാവികമായിട്ടും അയാളുടെ കയ്യിലെ 40% ഇനി കാണത്തുള്ളൂ എന്ന് മനസ്സിലാക്കുക. ആ ബാക്കിയുള്ള സാധനമാണ് 240. സ്റ്റിൽ ഹാസ് 240 ആപ്പിൾ എന്ന് പറഞ്ഞാൽ ബാക്കി ഇനി 240 ആപ്പിൾ ഉണ്ടെന്നാണ് അർത്ഥം. മനസ്സിലായോ? അതായത് 40% 240. ബാക്കിയുള്ളത് എത്ര എന്ന് ചോദിച്ചാൽ 40%. ബാക്കിയുള്ളത് എത്ര എന്ന് ചോദിച്ചാൽ 240. രണ്ടും തുല്യമാണ്. അതായത് 40% എന്ന് പറയുന്നതും 240 എന്ന് പറയുന്നതും തുല്യമാണെന്ന് മനസ്സിലായി. കണ്ടുപിടിക്കേണ്ടത് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആകെ ആപ്പിളുകളുടെ എണ്ണം എത്ര, അതായത് 100% ആപ്പിളുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. 40% 240 ആണെങ്കിൽ 100% എത്ര? ക്രോസ് ആയിട്ട് ഗുണിച്ചാൽ മതി. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക. 2 എണ്ണം ഉള്ളത് 100ഉം 240 ആണ്. 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 1 എണ്ണം ഉള്ളത് 40. 2 എണ്ണം ഉള്ളത് ഗുണിക്കുക. 1 എണ്ണം ഉള്ളത് ഹരിക്കുക. 0 0 കട്ടായി. 4ഉം 24ഉം കൂടെ വെട്ടിയാൽ 4 6 24. 6 × 100 600. ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ബോർഡ് നടത്തിയ 2025 2026 പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് തീർത്തും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ആ ഒരു ടോപ്പിക്കിൽ നിന്നും പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യങ്ങൾ എന്ന് വന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ടോപ്പിക്കിലെ പഠനം ഏത് രീതിയിൽ പോകണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിലാണ് ഓരോ ചാപ്റ്ററുകളും നിങ്ങൾ ചെയ്തു പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി. ഇതിന്റെ ബാക്കി ചോദ്യങ്ങളൊക്കെ ഉണ്ട്. സമയം നീണ്ടു പോകുന്നത് കൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അപ്പം ബാക്കി ചോദ്യങ്ങളുമായിട്ട് മറ്റൊരു ദിവസം വരും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്തു പഠിക്കുന്ന സമയത്ത് ഏത് ടോപ്പിക്കാണോ നിങ്ങൾ ചെയ്തു പഠിക്കുന്നത് അതിലെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. മാത്രമല്ല 2 വർഷത്തെ ചോദ്യ പേപ്പർ എങ്കിലും മിനിമം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ 2 വർഷത്തെ ചോദ്യ പേപ്പറിനകത്ത് നിങ്ങൾ ട്രെയിനാണ് പഠിക്കുന്നതെങ്കിൽ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്തു പഠിക്കണം. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു കൃത്യമായിട്ട് ഏത് ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോ നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റാതിരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കൃത്യമായ ഗൈഡൻസോടുകൂടി മാത്രമേ മത്സര പരീക്ഷകൾ നമുക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ പഠിക്കാം. പക്ഷെ അവിടെ ഉള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അതിന് സൊല്യൂഷൻ തേടി പോകുമ്പോൾ ഒരുപാട് സമയം പോകും. ആ ഒരു സമയം ലാഭിക്കുക എന്ന് പറയുന്നത് നിങ്ങളെ ഒരു മെന്റർ സഹായിക്കുക എന്നുള്ളതാണ്. ഒരു മെന്റർഷിപ്പോട് കൂടി എന്തൊക്കെ ടോപ്പിക്കുകൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് പഠിക്കേണ്ടത്, വരാൻ പോകുന്ന പരീക്ഷ എന്നാണ്,
അതിനുവേണ്ടി എത്ര ദിവസങ്ങളുണ്ട്, സിലബസിന്റെ ഇത്ര ശതമാനം ഇത്ര ദിവസം കൊണ്ട് തീർത്ത് അതിന്റെ മോഡൽ എക്സാമുകളും ടോപ്പിക് എക്സാമുകളും ഒക്കെ എഴുതി കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അതാണ് വിജയിച്ചു വരുന്ന ഓരോ ബാങ്കിലെ ജോലിക്കാർക്കും പറയുവാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സഹകരണ ബാങ്കിലേക്കുള്ള ജോലി സ്വപ്നം 2026 2027 കൂടി പൂർത്തീകരിക്കുവാൻ നിങ്ങളെ സഹായിക്കുവാൻ CC ഏറ്റവും പുതിയ നമ്മുടെ 3 മാസത്തെയും 6 മാസത്തെയും ബാച്ചുകൾ നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ തുടക്കം മുതൽ അടിസ്ഥാനപരമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ച് മാത്സ് ഇംഗ്ലീഷ് GKക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഏറ്റവും പുതിയ ബാച്ചുകൾക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുവാനും ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഒരുമിച്ച് കണ്ടുമുട്ടാം. മാത്സിനകത്തെ ഒരു മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോവാത്ത രീതിയിലെ ഓരോ ടോപ്പിക്കും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ലൈവ് ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പൊ നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. Download now CC Learning app.